ഹരേ ദേവി മഹാമായേ മഹാശക്തി നമോസ്തുതേ. ഇപ്പാരിരി പുരാണം ഉത്തമം പ്രകാശിച്ചത് പ്രകാരമാണ്, അത് സദയം ചൊല്ലണമേ എന്നത് കേട്ടു സൂതൻ ചൊല്ലിനാൻ. മുനീന്ദ്രരെ, ധന്യൻ ശ്രീദ്വൈപായനൻ ഭഗവാൻ ഋഷീശ്വരൻ ചൊൽപ്പങ്ങും പുരാണങ്ങൾ 17ഓളം തീർത്തിട്ട് ഉൾപ്പൂവിൽ അല്പം പോലും തൃപ്തിയെ പ്രാപിച്ചില്ല. ഉത്തമോത്തമം ദേവീ മഹാത്മ്യം വഴി പോലെ വിസ്തരിക്കുന്നതായ നല്ലൊരു പുരാണം ഞാൻ തീർത്തതില്ല ഇന്നേ വരെ. ശ്രീ മഹാദേവി തൻ്റെ തത്വത്തെ ശരിയായി ശങ്കരൻ അറിയുമോ? ഞാനിതിനാളാകുന്നതെങ്ങനെയാണെന്നല്ല മനസ്സേ വിചാരിച്ചു. ഹിമവൽ പാർശ്വം ബുക്കു കരൾ ഭക്തിയൊടു പരദേവത തന്നെ കരുതി ചിരം ഘോരമാകിയ തപം ചെയ്താൻ. ലോകമാതാവ് തോഷിച്ച ശരീരിണിയായിട്ട് ആകാശത്തിങ്കൽ വാണുകൊണ്ടേവം പിന്നെ ചൊന്നാൻ. സത്യലോകത്തിൽ ചെന്നു 4 വേദങ്ങളെയും സത്വരം കണ്ടു ചോദിച്ചിടുക മഹാപുരേ. പരമാം തത്വം എന്തെന്നറിയാം, അത്രയല്ല തരം വന്നിടു എന്നെ നേരിട്ട് ദർശിപ്പാനും. ബോധിക്കാം വഴി പോലെ നിൻമനോരഥം തത്ര സാധിക്കും എന്നുള്ളതിന്നില്ല സംശയമേതു. ബാദരായണൻ ബ്രഹ്മലോകത്തേക്കുടൻ ചെന്നു സാദരവും വേദങ്ങളെ കണ്ടു കൈകൂപ്പി നിന്നു. അവ്യയം പരബ്രഹ്മമെന്തെന്ന് ചോദ്യം ചെയ്തു. നിർവ്യാജോ ശ്രുതികളും ഉത്തരം അരുൾ ചെയ്തു. സർവഭൂതങ്ങളെയും തന്നുള്ളിൽ അടക്കിയോ, സർവപ്രവർത്തികൾക്കും കാരണഭൂതയായി വർത്തിക്കും ആദ്യയായുള്ള ദേവി തന്നെ നൂനം. തത്വം തൽപരം സനാതനം എന്നറിഞ്ഞാലും യാഗങ്ങൾ ആര് ഉദ്ദേശിച്ചിക ചെയ്യുന്നുവോ, യോഗികൾ ആരെ ധ്യാനിക്കുന്നുവോ നിരന്തരം, ഞങ്ങൾക്ക് ഈ പ്രാധാന്യത്തെ നൽകിയതാര സർവമംഗളാത്മികയാകിയ ദേവിതാൻ ബ്രഹ്മം. ആരാണീ ജഗൽഭ്രമം ഉണ്ടാക്കി തീർത്തത് ഓർത്താൽ ആരെക്കുറിച്ച് നിത്യം ചിന്തിക്കൂ യോഗീന്ദ്രന്മാർ. ഈ വിശ്വശോഭിക്കുന്നത് ആരുടെ ശോഭ കൊണ്ടാണ്? ആ വിശ്വേശ്വരിയായ ദുർഗതാൻ പരബ്രഹ്മം. യാതൊരു ദേവേശിയെ ഭക്തന്മാർ സമീക്ഷിച്ചു ഖേദം കൈവടിഞ്ഞെന്നും ആനന്ദമാർന്നിടുന്നു. സന്ദേഹമില്ല, ദുർഗയാകുമാ ഭഗവതി തന്നെയാകുന്നു പരബ്രഹ്മമെന്നും അറിഞ്ഞാൽ